സഭയറിഞ്ഞ പേശു എന്ന് പറഞ്ഞ പോലെ കാലാവസ്ഥ അറിഞ്ഞ് ജീവിക്കൂ എന്നുള്ള ഭാഗങ്ങളിലും പഞ്ഞക്കർക്കിടകത്തിലും നമുക്കിപ്പോൾ 30 ഇരട്ടി തീറ്റയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഞ്ഞക്കർക്കിടകമായിരുന്നെങ്കിൽ ഭക്ഷണം കുറഞ്ഞ് കണ്ട താളും ചേമ്പും ചേനയും വെലിച്ചിരയും, കോവിഡിൽ നമ്മൾ വെലിച്ചിര എടുത്ത് തിന്നാൻ തുടങ്ങി മലയാളി. ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഈ മാസം പ്രകൃതി തരുന്ന സാധനങ്ങളും കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ രോഗം ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. പല രോഗങ്ങളും മാറിപ്പോകാനുള്ള സാഹചര്യം. വേണ്ട പോഷകങ്ങൾ കിട്ടണം, അതാത് സമയത്ത് ഉണ്ടാകുന്ന അഴുക്കുകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. ഈ 2 കാര്യങ്ങൾ നടന്നാൽ ഏത് രോഗത്തിൽ നിന്ന് ശരീരം നേരെ വരും, ശരീരം ആരോഗ്യത്തിലേക്ക് വരും. സ്വാസ്ഥ്യം അപ്പോഴാണ് ഉണ്ടാകുന്നത്. 1.5 മാസത്തോളം ആ തണുപ്പ് വന്നിട്ടാണ് കർക്കിടക മാസത്തിലേക്ക് നമ്മൾ കാല് വയ്ക്കുന്നത്. അപ്പം ആ മാസത്തെ ഭക്ഷണം എന്തായിരിക്കണം, ആ മാസത്തെ നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം, ഉറക്കം എങ്ങനെയായിരിക്കണം, അതേപോലെ ശാരീരിക ബന്ധം ഈ മാസങ്ങളിൽ പുലർത്തുന്നത് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ. സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്തോറും സ്ഥൂല ശരീരത്തിന് അതിൽ നിന്ന് വളരെ ജാഗ്രതയോടെ സമീപിച്ചില്ല എങ്കിൽ ആപത്ത് പറ്റാനുള്ള സാധ്യതയുണ്ട്. അല്പം മുരിങ്ങയില എടുത്ത് ചമ്മന്തിയാക്കി അരച്ചെടുത്തിട്ട് നെറുകയിൽ വെച്ചാൽ BP അപ്പത്താണ്. അങ്ങനെയൊക്കെയുള്ള ഇഫക്റ്റ് ഉള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഇഫക്റ്റ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതിന് ചില സൈഡ് എഫക്ട്സ് ഏത് കാലാവസ്ഥയിലും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണോ? BP കൂടി വയ്ക്കുമ്പോൾ, വളരെ കൂടി വയ്ക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് ആ മാസത്തെ ഭക്ഷണം എന്തായിരിക്കണം, ആ മാസത്തെ നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം, ഉറക്കം എങ്ങനെയായിരിക്കണം, അതേപോലെ ശാരീരിക ബന്ധം ഈ മാസങ്ങളിൽ പുലർത്തുന്നത് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ, ചിട്ട. സഭയറിഞ്ഞ പേശു എന്ന് പറഞ്ഞ പോലെ കാലാവസ്ഥ അറിഞ്ഞ് ജീവിക്കൂ എന്നുള്ളൊരു ഭാഗമാണ് എൻ്റെ സന്ദേശം. ഇത് നമ്മുടെ ഈ ഋഷീശ്വരന്മാർ ഇത് തന്നെയാണ് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഓരോ ഋതുക്കൾക്ക് അനുസൃതമായ രീതിയിലൊരു ജീവിതചര്യ, ഇന്ന ഭക്ഷണം എന്ന രീതിയിൽ തന്നെ അവരത് ഏറെക്കുറെയൊക്കെ അത് ചിട്ട ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ആയുർവേദവും ഈ പ്രകൃതിയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇല്ല, എല്ലാ ചികിത്സയ്ക്കും പ്രകൃതിയായിട്ടുള്ള ബന്ധം ഇല്ലാതെ പറ്റില്ല. പ്രകൃതി ഏറ്റവും പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ചികിത്സ ഏറ്റവും നല്ല ചികിത്സ. കുറച്ചുകൂടെ അകന്ന് നിൽക്കുന്നത് രണ്ടാമത് പരിഗണിക്കേണ്ട. വളരെ ദൂരെ പ്രകൃതിയിൽ നിന്ന് വളരെ അകന്നു പോകുന്ന ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകാരിയായിട്ടുള്ളൊരു. അതുകൊണ്ടാണ് ഈ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം കൂടുതലായിട്ട് ആ മേഖലയിൽ വരുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുക, കഴിയുന്നത്ര ആയിരിക്കുക, അതിലാണ് ആരോഗ്യം. ഇതിൽ നിന്ന് അകന്നു പോകും തോറും അനാരോഗ്യത്തിലേക്കാണ് എത്തുന്നത്, രോഗത്തിലേക്കാണ് അടുക്കുന്നത്. അപ്പോൾ പ്രകൃതി, ആയുർവേദത്തിൽ പ്രകൃതി കൂടുതലുണ്ട്. അലോപ്പതിയിലേക്ക് വരുമ്പോൾ പ്രകൃതി വളരെ കുറഞ്ഞ് പ്രകൃതിയെ ശത്രുവായി കാണുന്ന, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ച് പോകുന്ന തരത്തിലുള്ള സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകും തോറും സ്ഥൂല ശരീരത്തിന് അതിൽ നിന്ന് വളരെ ജാഗ്രതയോടെ സമീപിച്ചില്ല എങ്കിൽ ആപത്ത് പറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട്. തീർച്ചയായും. ഇപ്പോൾ സാറ് ഇപ്പോൾ ഓരോ ഋതുക്കളിലും ഇപ്പോൾ സൂര്യൻ്റെ ഉദയ രാശിയിലും അതിൽ സൂര്യൻ്റെ രശ്മികളുടെ താപത്തിലൊക്കെ വളരെ വ്യത്യാസം വരുന്നു. അതുപോലെ കാറ്റിൻ്റെ ഗതി, പ്രകൃതിയിലെ തണുപ്പ് അല്ലെങ്കിൽ ചൂട്, ഇതിനൊക്കെ മാറ്റം വരുന്നു. ഇതിനനുസരിച്ച് പ്രകൃതിയിലുണ്ടാകുന്ന ഈ ഫലമൂലാദികൾക്ക് അതിൻ്റെ ഗുണങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നു. ഇപ്പം നമ്മൾ കർക്കിടക മാസത്തിൽ ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇത് കൃത്യമായി അടുത്തറിഞ്ഞ് പരീക്ഷിച്ചറിഞ്ഞ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ പാഠങ്ങളാണ് അവരിത് കുറിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജീവിത പദ്ധതിക്ക് വിരുദ്ധമായി നമ്മൾ ഓരോരോ ശൈലി പിന്തുടരുമ്പോൾ ഈ ശൈലീ രോഗങ്ങൾ പിന്നീട് നിത്യരോഗിയാക്കി മാറ്റുന്നു. അത് പിന്നീട് നമ്മളുടെ ഇപ്പോഴത്തെ ജെൻസി ഒരേ ഭക്ഷണമല്ലേ അവർ തുടരുന്നത്. അവർക്ക് മഴയില്ല, വെയിലുമില്ല, ഒന്നുമില്ല. കാലത്ത് തുടങ്ങി രാത്രി വരെ 24 മണിക്കൂർ 365 ദിവസം ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു പോയാൽ അവരുടെ ശരീരം. തീർച്ചയായും. സാർ, ഒരു ചികിത്സകൻ എന്ന രീതിയിൽ കൂടി ഞാൻ ഒന്ന് ഒരു വാർത്ത ശ്രദ്ധപ്പെടുത്തുകയാണ്. ഈ അടുത്ത ദിവസം നമ്മുടെ ഇവിടെ കൊച്ചിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുഴിമന്തി, അൽഫാം എന്നൊക്കെ പറയുന്ന ഒരു പുതിയ വിഭവം, നമ്മുടെ വിഭവം അല്ല, വൈദേശിക വിഭവമാണ്. ഇതിൻ്റെ കൂടെ മയനൈസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കുന്നുണ്ട്. ഇത് കഴിച്ച ആളുകൾക്ക് പലർക്കും ഷിഗല്ല എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത്
ഇത് അപ്പോൾ അതിൽ അലോപ്പതിക്കാരനെ ഷിഗല്ല എന്നും ലെപ്റ്റോസ്പൈറ എന്നൊക്കെ പറയുന്ന അണുബാധയല്ല, മരണൈസാണ്, കുഴിമാന്തിയാണ്, ഷവർമ്മയാണ് കാരണം എന്നുള്ളത് ഇന്ന് തെളിയുന്നില്ല. ഇത് കഴിച്ച് മോശമായവരോട് ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നതിൽ അതിലൊരു അസ്വാഭാവികതയില്ല. തീർച്ചയായും. അപ്പോൾ സാറ് പറഞ്ഞു തന്നതുപോലെ നല്ല ജീവിതത്തിന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയോട് ഇണങ്ങിയ ഭക്ഷണം, ആ ഭക്ഷണം ഏതൊക്കെ സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, അത് എത്ര അളവിൽ. ഈ നമ്മുടെ ശരീരത്തിനൊരു താളമുണ്ട്, സിർക്കാഡിയൻ റിഥം എന്നാണ് മോഡേൺ മെഡിക്കൽ വ്യൂവിൽ പറയുന്നത്. അത് രാവിലെ നമ്മൾ ഉണരുമ്പോൾ പതുക്കെ എനർജി കൂട്ടി തുടങ്ങും. രാവിലത്തെ വെയിലിൽ നമുക്ക് എനർജി അത്രയില്ല, വിശപ്പത്രയില്ല. പതുക്കെ പതുക്കെ നമ്മൾ ഉച്ച എത്തുമ്പോഴേക്കും അതിൻ്റെ പീക്കിലേക്ക് എനർജി ബൂസ്റ്റ് ചെയ്ത് വരുന്നു സൂര്യൻ്റെ ഇതായിട്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ താഴ്ന്ന് അസ്തമയം വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ഉറക്കത്തിലേക്ക് പോകണം. ആ സിർക്കാഡിയൻ റിഥം കുറഞ്ഞ് സ്ലീപ്പ് പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഈ കർക്കിടക മാസത്തിൽ ലൈറ്റ് കുറവാണ്, വെളിച്ചം കുറവാണ്, അങ്ങനെ തിളങ്ങുന്നൊരു പൊള്ളുന്ന സൂര്യനില്ല. നമുക്ക് കാലാവസ്ഥ കുറേയൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ വ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പഴയ കാലാവസ്ഥ അനുഭവേദ്യാവുന്നില്ല, അത്രയും വെയിലിൻ്റെ ചൂടിൻ്റെ വരുന്നില്ല. അപ്പോൾ സിർക്കാഡിയൻ റിഥം കുറച്ചുകൂടെ അവിടെ നേരത്തെ തന്നെ വീക്കിലേക്ക്, ഉറക്കത്തിലേക്ക്, വിശ്രമത്തിൻ്റെ ഒരു സാഹചര്യമാണ് പ്രകൃതിയിൽ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കിയിട്ട് നേരത്തെ കിടന്നു. അതേസമയം പകൽ ഉറങ്ങരുത് എന്നും ഈ സമയത്ത് പറയുന്നു. ഇത് കുറേ കാര്യങ്ങളൊക്കെ ആചാര്യന്മാരോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നൊരു സ്വഭാവം നമ്മുടെ പുതിയ തലമുറ, കഴിഞ്ഞ തലമുറകളും പുതിയ തലമുറയായിരുന്നു. അത് കുറഞ്ഞു എൻ്റെ ഗുരു വൈദ്യഭൂഷൺ രാഘവേന്ദ്രനോട് പറഞ്ഞു, എന്തുകൊണ്ട് എന്ന് ചോദിക്കണം. അത് ചോദിക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ തൈര് കഴിക്കരുത്, മോര് കഴിക്കരുത്, നാരങ്ങ പാടില്ല, പുളിയുള്ളത് പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കാനായിട്ട് ശിഷ്യന്മാർ തയ്യാറായി. സംശയം ഉണ്ടായാലേ സംശയ വിച്ഛന്തി വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം സംശയമുള്ള പണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടിരിക്കുന്നത്, സംശയമുള്ള വിദ്യാർത്ഥിയായിരിക്കും മിടുക്കനായിരിക്കും. ഇത് സംശയം ആചാര്യം പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു. സംശയത്തിൻ്റെ ഒരവസ്ഥ വരുന്നില്ലല്ലോ. അപ്പോൾ ചോദ്യം ചെയ്ത് സ്വീകരിക്കുക എന്നുള്ളത് അവിടെ എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നത് നമ്മുടെ അലോപ്പതി വിദ്യാർത്ഥികളാണ്. മെഡിക്കൽ ടെക്സ്റ്റിൽ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത്, പ്രൊഫസർമാർ എന്താണോ പറയുന്നത്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ സ്വാധീനപ്രകാരമാണ് മെഡിക്കൽ ടെക്സ്റ്റുകൾ പലതും പഠിപ്പിക്കുന്നത്, പ്രൊഫസർമാർ പഠിപ്പിക്കുന്നത്. അവരന്ധമായിട്ടത് വിശ്വസിക്കുന്നതല്ലാതെ ചോദിക്കുന്നില്ല. ഇപ്പം എവിഡൻസ് ബേസ്ഡാണ് അലോപ്പതി എന്ന് പറയുന്നത്. ആ എവിഡൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് രോഗിയെ പരീക്ഷിച്ചു. ശരി, ആ എവിഡൻസ് അല്ലല്ലോ ഇത് പ്രയോഗിക്കുമ്പോൾ രോഗിയിലായ എവിഡൻസ് കാണണ്ടേ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ നേരെ നമുക്ക് രോഗം മാറി കിട്ടും, അണുക്കൾ ചത്തു പോകുമ്പോൾ രോഗം മാറും. ശരി, എവിഡൻസ് കാണണ്ടേ. അത് നമുക്കിപ്പോൾ കൊടുത്ത 100 പേരെ ചികിത്സയിൽ പകുതി പേരും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ 50%, 60% രക്ഷപ്പെട്ടു. അത് സയൻറ്റിഫിക് അല്ലല്ലോ. അത് സ്റ്റാറ്റിസ്റ്റിക്കലാണ്. സയൻറ്റിഫിക് ആകണമെങ്കിൽ 100 പേരെ ചികിത്സിച്ചാൽ 100 പേരും രക്ഷപ്പെടണം. 100 പേർക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ 100 പേരും രക്ഷപ്പെടണം. സയൻറ്റിഫിക് ആണെങ്കിൽ ഇത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് അതിൽ മാറ്റം വരുന്നു. കൊടുക്കുന്ന മരുന്നുകൾ, അപ്ലൈ ചെയ്യപ്പെടുന്ന മരുന്നുകളുടെ ഫലപ്രാപ്തിയിലൊക്കെ വ്യത്യാസം വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാറ് പറയുന്നത് പോലെ ശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ, ശാസ്ത്ര നിബിദ്ധമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് ഗുണം കിട്ടേണ്ടതല്ലേ. ഇപ്പോൾ എത്ര പ്രാവശ്യം ആവർത്തിച്ച് പരീക്ഷിച്ചാലും ഒരേ ഫലം തന്നെ കിട്ടുമെന്നുള്ളതാണല്ലോ ഇതിൻ്റെ അവകാശവാദം. എവിഡൻസ് അവിടെയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ എവിഡൻസ് എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല, ഡോക്ടർമാർ തയ്യാറാകുന്നില്ല. അതിന് പകരം അതെല്ലാം ഒരു പുറത്താരും അറിയാത്ത രീതിയിൽ, ചോദ്യം ചെയ്യാത്ത രീതിയിൽ മൂടി വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന്, ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന്, ഈ വേനൽക്കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആ ഭക്ഷണ സാധനങ്ങൾ തന്നെ വീണ്ടും കഴിക്കുന്ന, തുടർന്നും കഴിക്കുന്ന രീതിക്ക് ഒരു മാറ്റം വരുത്തിയിട്ട് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് വരണം. അതിലൊന്നാണ് കഞ്ഞി, ഞവരക്കഞ്ഞി അല്ലെങ്കിൽ തവിടുള്ള അരിയുടെ കഞ്ഞി ഏറ്റവും അനുയോജ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ജീരകം, ഉലുവ, അതുപോലുള്ള സ്പൈസ്. സാർ, ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇങ്ങനെയുള്ള ചേരുവ ചേർന്ന്, കർക്കിടക കഞ്ഞി എന്നുള്ളൊരു സമ്പ്രദായം കേരളത്തിന്റെ വലിയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ ഞാനാണ്. അതെ, തീർച്ചയായും. അത് 1996 എറണാകുളത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ തുടങ്ങിയിട്ടുള്ള അരുവി പ്രകൃതി ഹോട്ടലിൽ ആണ് കമേഴ്ഷ്യലായിട്ട് ഈ സാധനത്തെ
നാട്ടാചാരം എന്നതിനൊക്കെയാണ് അത് ചെയ്തതിൽ എനിക്ക് സങ്കടമുണ്ട്. മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്ത വലിയ പ്രചാരം കിട്ടിയാണ്. അത് ചെയ്തതിൽ എനിക്കിന്ന് സങ്കടമുണ്ട്. കാരണം വെച്ചാൽ വലിയ ആയുർവേദ ഫേമുകളൊക്കെ ഉണക്കി പൊടിച്ച് ഒരു ആയുർവേദ ഗ്രന്ഥത്തിലുള്ളൊരു കാര്യമല്ല ഇത്. നമ്മുടെ ദളിത് വിഭാഗങ്ങൾ പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുത്ത് ഈ മാസം പണിയെടുക്കാനും കഴിയല്ല, മഴ കൊണ്ട് ശരീരത്തിൻ്റെ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് അവർ ദേഹരക്ഷയ്ക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഇപ്പം നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പച്ചക്കറി മുഴുവൻ പറിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ വെയിലത്തിട്ട് ചൂടാക്കി ഉണക്കി ആ സമയത്തുള്ള ഈ ഇലകൾക്ക് ഈ വീര്യമില്ല, ഈ വീര്യ പാകമില്ല, ഈ ഔഷധ ഗുണമില്ല. ഇല്ല. ഔഷധം എന്ന് പറഞ്ഞാൽ അതിനൊരു വീര്യ പാകമുണ്ട്. ആ പാകത്തിൽ ഇരിക്കുമ്പോഴുള്ളൊരു സമയത്താണ് നമുക്കതിപ്പോൾ തളിരില വേണ്ടെടുത്ത് മൂത്തല ചെയ്തില്ല. ഒറ്റ ഉദാഹരണമാണ് നമുക്ക് കർക്കിടകത്തിൽ മുരിങ്ങയില പാടില്ല എന്ന്. എന്തുകൊണ്ട് മുരിങ്ങയില കർക്കിടകത്തിൽ പാടില്ല എന്ന് ചോദിച്ചാൽ സ്വീഡൻ തുടങ്ങിയുള്ള പല രാജ്യങ്ങളിലും മുരിങ്ങ പ്രൊഡക്ട്സ് നിരോധിച്ചിരിക്കും, ഓസ്ട്രേലിയ അടക്കം. അത് അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അവരുടെ ഈ പരിശോധനയുടെ ഒരു തകരാറ് കൂടി അതിലുണ്ട്. അത് അവർ നേരെ ലാബിലുള്ളൊരു പരിശോധനയാണ്. മനുഷ്യ ശരീരത്തിൽ ഇതെങ്ങനെയാണ് വരണമെന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ എന്തുകൊണ്ട് നമ്മുടെ കാർന്നന്മാർ മുരിങ്ങയിലേക്ക് കർക്കിടക മാസത്തിൽ അയിത്തം വെച്ചു. അപ്പോൾ വിശകലനവും പഠനവും നിരീക്ഷണവും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഇവരെ ഒന്നും ഇല്ലാണ്ട് മുരിങ്ങയില നല്ലതാണെന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരൊരിക്കലും കർക്കിടക മാസത്തിൽ പാടില്ല എന്ന് പറയുകയല്ലോ. ഇനി ഇത് മോശമാണ്, നിരോധിക്കാൻ വേണ്ടിയുള്ള പഠനം കർക്കിടക മാസത്തിലാണോ അവർ നടത്തിയതെന്നും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ടോക്സിറ്റി ഉണ്ട് മുരിങ്ങയ്ക്ക്. പക്ഷേ അത് ശരീരത്തിന് നല്ലൊരു കാര്യമാണ് മിതമായിട്ട് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ. ഞാൻ ആദ്യം തുടങ്ങി തന്നെ മുരിങ്ങയിലെ കുറിച്ച് പറയാറുണ്ട്. സ്ഥിരമായിട്ട് കഴിക്കരുത്, അമിതമായ അളവിൽ കഴിക്കരുത്. മൂക്കസ് മെമ്പറൈൻ ഒഴുക്കി കളയുന്ന ഒരു സാധനം. അല്പം മുരിങ്ങയില എടുത്ത് ചമ്മന്തിയാക്കി അരച്ചെടുത്തിട്ട് നെറുകയിൽ വെച്ചാൽ BP അപ്പത്താഴും. അങ്ങനെയൊക്കെയുള്ള ഇഫക്റ്റ് ഉള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഇഫക്റ്റ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതിന് ചില സൈഡ് എഫക്ട്സ് ഏത് കാലാവസ്ഥയിലും ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണോ? BP കൂടി വയ്ക്കുമ്പോൾ വളരെ കൂടി വയ്ക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അല്ല. നമ്മൾ അതിൻ്റെ കാരണം BPയുടെയൊക്കെ കാരണം മാറ്റുന്നതിന് പകരം ഈ ലക്ഷണം ഇതുകൊണ്ട് മരുന്നിന്റെ പ്രയോഗത്തിൽ വരുന്ന ഒരു പരിമിതി. സാറിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കരുത്. കാരണം തീർച്ചയായും അതിന്റെ അടിസ്ഥാന കാരണം എന്താ, എന്തുകൊണ്ട് BP കൂടുന്നു എന്നുള്ളത് പരിഹരിക്കാതെ ഇതുപോലെ സൂത്രപ്പണി ചെയ്തിട്ട് BP പറയുമ്പോൾ, ഉദാഹരണത്തിന് വൃക്കയ്ക്ക് തകരാറ് തുടങ്ങുമ്പോൾ BP കൂടും. BP കൂടുക എന്ന് പറഞ്ഞാൽ വൃക്കയ്ക്ക് പ്രയാസം വന്ന് തുടങ്ങി എന്നുള്ളതിന്റെ ആദ്യ സൂചനയായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. അപ്പൊ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മുരിങ്ങ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ തകരാറ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ സൂത്രം ചെയ്തിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അത് വരണേന്നുള്ളത് ആദ്യം കണ്ടെത്തണം. വലിയൊരു അപകടമാണ് നമ്മുടെ ഇന്നത്തെ ചികിത്സയുടെ അപകടം അതാണ്. ഏതോ കാരണം കൊണ്ട് ശരീരത്തിൽ വന്നിട്ട് തകരാറ് കൊണ്ടുണ്ടായിട്ടുള്ള ഈ പ്രോബ്ലത്തെ ആ സിംറ്റംസ് മാത്രം ട്രീറ്റ് ചെയ്ത് കുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അണ്ടർലൈൻ കോസ് അടിസ്ഥാന കാരണത്തെ വെറുതെ വിട്ട് അതവിടെ നിന്ന് കൂടി അവസാനം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ട കാര്യം കണ്ടെത്താതെ അതിന്റെ ലക്ഷണങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ചികിത്സ ആണ് ഈ ചികിത്സയിൽ അതേ നടക്കുകയുള്ളൂ. കാരണം ചികിത്സകനും രോഗിയും തമ്മിലാണ്. ചികിത്സകന് ചികിത്സിക്കണം. ചികിത്സകന്റെ നിലനിൽപ്പ്, ജീവിതം, വരുമാനം, ലാഭം ചികിത്സയിലാണ്. അതുകൊണ്ട് ചികിത്സകനും ചികിത്സകന്റെ രോഗിയും തമ്മിലുള്ള ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ ചികിത്സ നിരന്തരം നടക്കണം. ചികിത്സ നിരന്തരം നടക്കണമെങ്കിൽ രോഗി നിരന്തരം രോഗിയായി തന്നെ തുടരണം. രോഗി അങ്ങനെ തന്നെ നിലനിൽക്കണം. പറ്റുമെങ്കിൽ രോഗിക്ക് പുരോഗമനം ഉണ്ടാവണം. രോഗി കുറച്ചുകൂടി വലിയ രോഗിയാവണം. ഒരു രോഗി പല രോഗിയാവണം. അതിനനുസരിച്ച് കാർഡുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും, പണം കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ രോഗിയും ചികിത്സകനും തമ്മിലുള്ള ഈ ഒരു അന്തരീക്ഷത്തിന് പുറമേ ഡോക്ടറുടെ പുറത്ത് സ്ട്രിങ്ങുമായിട്ട് ചരടും കെട്ടി പിടിച്ച് കുറച്ച് ഭൂതത്തന്മാർ പുറകിൽ നിൽക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉണ്ട്. തന്നോട് പറഞ്ഞേക്കണ കണക്ക് ക്വാട്ട തൻ്റെ എന്താണ് ഇത്ര ലാബ്, ഇത്ര എക്സ്റേ, ഇത്ര CT സ്കാൻ, ഇത്ര സർജറി, ഇത്ര രൂപയുടെ മരുന്ന് താൻ വെച്ചിരിക്കണത് തൻ്റെ കോട്ടയാണ്. അത് മീറ്റ് ചെയ്യണം. അതിൻ്റെ പുറകിൽ കാണാത്ത കുറച്ച് ചരട് വലിക്കാറുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്.
സർജിക്കൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നിലിരിക്കുന്ന രോഗിക്ക് രോഗമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആ രോഗിക്ക് പരമാവധി മരുന്ന് വിൽക്കണം, സർജറി വിൽക്കണം. ഈ കച്ചവടവൽക്കരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അടച്ചിട്ടു, ഒരു 3 മാസം അടച്ചിട്ടു എന്ന് വെക്കുക. എന്ത് ചെയ്യും നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ? കോവിഡ് കാലത്ത് അടച്ചിട്ടതുപോലെ, പ്രളയത്തിൽ അടച്ചിട്ടതുപോലെ അടച്ചിടുക എന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആയുർവേദ വൈദ്യനാണെങ്കിൽ രോഗിയെ ഒന്ന് തടകി കൊടുത്ത് എന്തെങ്കിലും ഒരു സുഖത്തിലേക്ക് കൊണ്ടുപോകാം. ഹോമിയോപ്പതി ഡോക്ടർക്ക് അതും അറിയില്ലല്ലോ. ഈ മരുന്നിന്റെ ക്ലറിക്കൽ ഏജന്റായിട്ട് മരുന്ന് കുറിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലേ പറ്റുള്ളൂ. ഉരുപ്പടി കൊടുക്കുക അത്രേ ഉള്ളൂ. പിന്നെ സർജറി ചെയ്യുന്നവർക്കാണ് വേണമെങ്കിൽ മനോധർമ്മം എന്തെങ്കിലും ഒരു രോഗി, പക്ഷെ ആ സർജറി മൊത്തം രോഗിയുടെ ശരീരത്തിൽ നന്നാക്കി തരില്ലല്ലോ. സാർ, ഇത് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞും വായിച്ചൊക്കെ കേട്ടിട്ടുള്ളത്, പണ്ടൊരു വൈദ്യർ എന്ന് പറയുന്ന ചികിത്സകൻ തൻ്റെ മുന്നിലെത്തുന്ന രോഗിയോട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് അവൻ്റെ ലക്ഷണങ്ങൾ, അവൻ്റെ ജീവിതചര്യകൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിച്ചതിന് ശേഷം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അതിന് ശേഷം മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ മരുന്ന് കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ദർശനം, സ്പർശനം, ശ്രവണം, നമ്മുടെ ഭാരതീയ ലോകത്തെവിടെയുമുള്ള പരമ്പരാഗത ചികിത്സകർ ചെയ്തുകൊണ്ടിരുന്നൊന്ന് കാണും. ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു ധാരണ കിട്ടും, ഇന്നതൊക്കെയാണ് കുഴപ്പം, ഇന്ന ഭാഗത്തൊക്കെയാണ്, ഇന്ന രോഗങ്ങളൊക്കെ ആയിരിക്കും ധാരണ കിട്ടും. അത് 100% ശരിയാവില്ലല്ലോ, ധാരണയും തെറ്റാം. അപ്പോഴാണ് ശ്രവണം, രോഗി പറയുന്നത് കേൾക്കുക. അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്പർശിച്ച് നോക്കി ഏത് ഭാഗത്ത് ചൂട് കൂടിയിരിക്കുന്നു. ആ ചൂട് കൂടിയിരിക്കുന്ന ഭാഗത്ത് ഇവർ പറഞ്ഞ അണുക്കളൊക്കെ കൂടുതലുണ്ടാവും. കാരണം അവിടെ രക്തയോട്ടം ശരിയല്ലാതെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. അവിടെ ആ ശരീരത്തിൽ തന്നെയുള്ള അണുക്കൾക്കാണ് ദുഷിപ്പ് വരുന്നത്, പുറത്തുനിന്ന് വന്ന് കയറണമെന്നില്ല. അവിടെയാണ് അലോപ്പതിക്ക് പിന്നെ തെറ്റി പറ്റിയുള്ളത്. ഇത് മുഴുവനും അവരെടുത്ത് നോക്കുമ്പോൾ വേറൊരു ജീവിയാണ്. ഈ ഇതിന് പാത്തോളജിക്കൽ ചേഞ്ച്, ബാക്ടീരിയക്ക് ദുഷ്ടിൽ അഴുക്കി കിടക്കുമ്പോൾ ദുഷിച്ച വെള്ളത്തിൽ കൊതുകും കൂത്താടിയും എല്ലാം വരുന്നുണ്ട്, ശുദ്ധമായ വെള്ളത്തിൽ അതില്ല. അപ്പോൾ ഈ വെള്ളം ദുഷിക്കുമ്പോൾ ആ വെള്ളത്തിൽ തന്നെയുള്ള ജീവികൾക്ക് വരുന്നൊരു മാറ്റമുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇവർ രോഗാണുക്കൾ എന്ന് പറയുന്നത്. രോഗം ശരീരം രോഗിയായപ്പോൾ ശരീരത്തിനുള്ളിലുള്ള 39 ട്രില്യൺ ബാക്ടീരിയകൾക്കും രോഗം പിടിക്കാം. അവയെ ഓരോന്നും എടുത്തിട്ട് ഓരോരോ തരത്തിൽ ഇതാണ് രോഗമാണ്, ഇതാണ് രോഗം ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അഴുക്കാണ് പ്രൈമറി കോസ്, അണുക്കൾ എന്ന് പറയുന്നത് സെക്കൻഡറി മാത്രമാണ്. നമ്മൾ ഈ അഴുക്കിനെ മാറ്റി ശരീരം ശുദ്ധമാക്കി കഴിഞ്ഞാൽ ഈ അണുക്കളെല്ലാം വീണ്ടും, അതായത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം, ആ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, അതിലൂടെ സ്വാസ്ഥ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുക, അതിലൂടെ ശരീരം ക്ലീൻ ആയാൽ. പക്ഷെ അതേസമയം ശരീരത്തിന് പോഷകങ്ങൾ ആവശ്യമുണ്ട്. വേണ്ട പോഷകങ്ങൾ കിട്ടണം, അതാത് സമയത്ത് ഉണ്ടാകുന്ന അഴുക്കുകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. ഈ 2 കാര്യങ്ങൾ നടന്നാൽ ഏത് രോഗത്തിൽ നിന്ന് ശരീരം നേരെ വരും, ശരീരം ആരോഗ്യത്തിലേക്ക് വരും. സ്വാസ്ഥ്യം അപ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ അധികം തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കരുത്. തണുത്ത് നിൽക്കുന്ന ഒരു ശരീരത്തെ കൂടുതൽ തണുപ്പിക്കരുത്. ഒരു റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിൽ +or-1 ആവാം. അപ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ എളുപ്പത്തിൽ ദഹിക്കുന്നത്, ശോധനയ്ക്ക് പ്രയാസം, മലബന്ധം ഉണ്ടാവാത്ത രീതിയിൽ ജാഗ്രത പാലിച്ച് ഒരു ആഹാരക്രമത്തിലൂടെ പോവുകയാണെങ്കിൽ ഈ കർക്കിടകം കൊണ്ട് തന്നെ ഒരുവിധമുള്ള രോഗങ്ങളെല്ലാം മാറ്റി. അപ്പോൾ അവിടെ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും പരീക്ഷിക്കാൻ പറ്റിയൊരു സമയമാണ്. വിൻഡോ പീരീഡ്, ഒരു ആഹാരം കഴിച്ചാൽ മറ്റൊരു ആഹാരം വരെയുള്ള സമയം എത്ര നീണ്ടിരിക്കുമോ അത്രയും ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങൾ നിങ്ങളോട് നന്ദി പറയും. വയറ് ശീലം കൊണ്ടൊരു വിശപ്പ് പരാക്രമമൊക്കെ തോന്നിയാലും ഈ കഴിക്കുന്ന ഭക്ഷണം വയറ്റിൽ നിന്ന് ചെറുകുടലിലേക്ക് പോയെന്ന് എഴുതി വീണ്ടും ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് രക്തത്തിൽ കയറി സഞ്ചരിച്ച് അവയവങ്ങളിലെത്തി ടിഷ്യൂവിന് കൊടുത്ത് ടിഷ്യൂവിൽ നിന്ന് സെല്ലുകൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ഭക്ഷണം ഇട്ട് കൊടുക്കുക. പ്രോസസ്സിങ്ങിന് മതിയായ സമയം കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ ധനികരാണ്, നമുക്ക് പഞ്ഞില്ല. അതുകൊണ്ട് അല്ലാത്ത മാസങ്ങളിലും പഞ്ഞക്കർക്കിടകത്തിലും നമുക്കിപ്പോൾ 30 ഇരട്ടി തീറ്റയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഞ്ഞക്കർക്കിടകമായിരുന്നെങ്കിൽ ഭക്ഷണം കുറഞ്ഞ് കണ്ട താളും ചേമ്പും ചേനയും വേലിച്ചീരയും, കോവിഡിൽ നമ്മൾ വേലിച്ചീര എടുത്ത് തിന്നാൻ തുടങ്ങി മലയാളി. അപ്പോൾ ആ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഈ മാസം പ്രകൃതി തരുന്ന സാധനങ്ങളും കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ രോഗം ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. പല രോഗങ്ങളും മാറിപ്പോകാനുള്ളൊരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. തീർച്ചയായും
ഈ കർക്കിടകം കുറച്ചൊരു കരുതലോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും കഴിഞ്ഞു പോവുകയാണെങ്കിൽ ആരോഗ്യം സുഖമായിട്ട് സുന്ദരമായിട്ട് ഇരിക്കാം. അപ്പോൾ നേരത്തും കാലത്തും കിടന്ന് ഉറങ്ങുക, വൈകി ഉറങ്ങരുത്. അതുപോലെ വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് വായിൽ നിർത്തി ചൂടാക്കി കുടിക്കാം, അല്ലെങ്കിൽ അല്പം ചൂടുള്ള ഈ സമയത്ത് കുടിച്ചെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ചുക്കോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് ആയുർവേദം പറയുന്ന രീതിയിൽ ജീരകമിട്ട് തിളപ്പിച്ചൊക്കെ വെള്ളം കുടിച്ചെന്ന് രീതിയിൽ അപകടമൊന്നും അതിലില്ല. അതേപോലെ ഭക്ഷണം ഏറ്റവും ലൈറ്റായ, അമിതമായിട്ട് വയറ് നിറയ്ക്കരുത്, ലൈറ്റായ ഭക്ഷണം കഴിക്കണം. സന്ധികൾ ദുർബലമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എക്സസൈസ്, കഠിനമായ വ്യായാമം ചെയ്യരുത്, കഠിനമായ അധ്വാനം ചെയ്യരുത്. നമുക്ക് യോഗ ചെയ്യാം. യോഗയിൽ പോലും കഠിനമായ ആസനങ്ങൾ ഈ മാസം പഠിക്കരുത്. ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്യാമെന്നല്ലാതെ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുകയും ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടിക്കൊടുത്ത് ഇടയ്ക്കൊന്നും കഴിക്കാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കർക്കിടക മാസം ഏറ്റവും ഉപകാരപ്രദമായ ഒരു മാസമായിട്ട് മാറ്റാൻ പറ്റും. ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ച അങ്ങേക്ക്